ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്കായിട്ടും മുതിർന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്ന അടദോശയാണ്. അതുണ്ടാക്കുന്ന വിധം ഒന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് പച്ചരി, 1/2 കപ്പ് സാമ്പാർ പരിപ്പും 1/2 കപ്പ് വടപ്പരിപ്പും, 3/4 കപ്പ് തൊലിയുള്ള ഉഴുന്ന്, 1 കപ്പ് വെള്ളത്തിൽ 1 നുള്ള് ഉപ്പിട്ട് 10 കാശ്മീരി മുളകും 5 എരിയുള്ള മുളകും തിളപ്പിച്ചെടുത്തത്, കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. മിൽക്ക് മെയ്ഡ് കപ്പാണ് എൻ്റെ അളവ് പാത്രം. ഈ 3ഉം വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. കുതിർത്ത് വെച്ച അരിയും തിളപ്പിച്ച് വെച്ച മുളകും അതിലെ വെള്ളവും ഒഴിച്ച് നുറുങ്ങിയാൽ പോരാ, കുറച്ചുകൂടെ അരയണം, എന്നാൽ മഷി പോലെ ആകുകയും ചെയ്യരുത്. ആ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അരിയും മുളകും കൂടെ അരച്ച പരുവം, മഷി പോലെ അരയരുത്, എന്നാൽ ഒരുവിധം അരയും വേണം. ഇനി ഉഴുന്ന് അരയ്ക്കേണ്ട വിധം: ഉഴുന്ന് ജാറിലിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം അരയരുത്, പതഞ്ഞ് പൊങ്ങരുത്, എന്നാൽ അരയും വേണം. ആ പരുവത്തിൽ അരച്ചെടുക്കണം. ഈ പരുവത്തിലാണ് ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. പരിപ്പരയ്ക്കാം. ഉഴുന്നിൻ്റെ അത്രയും അരയേണ്ട, ഒന്ന് നുറുങ്ങിയാൽ മതി. നമ്മൾ വടക്കൊക്കെ നുറുക്കും പോലെ നുറുങ്ങിയാൽ മതി. ഇതാണ് പരിപ്പിൻ്റെ പരുവം. ഈ പരുവത്തിൽ അരച്ചെടുക്കണം. നമ്മൾ അരച്ച് വെച്ച അരിയും ഉഴുന്നും പരിപ്പും മുളകും കൂടെ ഒന്നിച്ചൊരു പാത്രത്തിൽ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2 സ്പൂണ് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അടദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വയ്ക്കണം. അതിലോട്ട് കുറച്ച് നല്ലെണ്ണ പുരട്ടണം. നല്ലെണ്ണ, വെളിച്ചെണ്ണ, നമ്മുടെ കല്ലിന് ഏതാണ് പഴക്കമുള്ളത് അതാവാം. നല്ലെണ്ണ തന്നെ വേണമെന്നില്ല. അവരവരുടെ ദോശക്കല്ല് ഏതാണോ എണ്ണ പുരട്ടി ശീലിച്ചിട്ടുള്ളത് അത് തന്നെ ആവാം. കല്ല് ചൂടായി. നമുക്കിനി അതിലോട്ട് ഒരു 1-1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് പരത്തി വേകാനായിട്ട് സമയം കൊടുക്കാം. ആ സമയം നമുക്ക് മറ്റേ സ്റ്റൗവിലോട്ടൊരു പാൻ വെച്ച് ഈ കല്ലിൽ തന്നെ 2 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ട് വേകുമ്പോഴത്തേക്ക് മറ്റേ സ്റ്റൗവിൽ ശകലം വെളിച്ചെണ്ണ തടവി അതിലോട്ട് എടുത്തിടാം. അത് കുറച്ച് സമയം തിരിച്ച് മറിച്ച് വിടുമ്പം നല്ലവണ്ണം മൂത്ത് വരും. അത് നമുക്കൊരു നല്ലൊരു അടദോശയായി കിട്ടും. അത് സ്നാക്സായിട്ടും ഒരു നേരത്തെ ഭക്ഷണമായിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുട്ടികൾക്കും വലിയ ഇഷ്ടമായിരിക്കും, മുതിർന്നവർക്കും ഇഷ്ടമാണ്. നമ്മുടെ അട ദോശക്കല്ലിൽ കിടന്ന് മൂത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലോട്ട് മാറ്റി കൊടുക്കും. ആ എണ്ണയിൽ തിരിച്ച് മറിച്ച് വിട്ട് അതിനെ ആവശ്യത്തിനുള്ള മൂപ്പിൽ മൂപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ദോശക്കല്ലിൽ വീണ്ടും ഒരെണ്ണം ഒഴിക്കാം. അപ്പം അത് മൂക്കുന്ന സമയം കൊണ്ട് വീണ്ടും ഒരട റെഡിയായി വരും. അങ്ങനെ നമുക്ക് സമയ ലാഭവും ഉണ്ട്, എളുപ്പത്തിൽ കാര്യവും നടന്നു കിട്ടും. ഇത് 1-2 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടാൽ നല്ലവണ്ണം മൂത്ത് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള മൂപ്പ് മൂപ്പിച്ചെടുക്കാം. അട പാകമായി. അതിന് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്ത ഒഴിച്ച അടയെ ഈ പാനിലോട്ട് മാറ്റി കൊടുക്കാം.
ഇതെനിക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു കൊച്ചു അതിഥിയുണ്ട്. അതിഥിക്ക് കൊടുത്ത് അഭിപ്രായം അറിയാം. താങ്ക് യു.